കുട്ടികളെ പറ്റി സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സാറേ, അവന് ബുദ്ധിക്ക് യാതൊരു പ്രശ്നമില്ല, നല്ല ഗ്രാസ്പിംഗ് പവറാണ്, ഭയങ്കര ഇൻ്റലിജൻ്റാണ്. പക്ഷേ അവന് പഠിത്തത്തിലെല്ലാം പുറകോട്ടാണ്, അവന് എല്ലാ കാര്യത്തിലും അവൻ ശ്രദ്ധയില്ലാതെയാണ് പോകുന്നത്. വളരെ പ്രധാനമായിട്ട് പേരൻസ് മനസ്സിലാക്കേണ്ടത് ബുദ്ധിശക്തി അല്ല ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ പ്രശ്നം. ബുദ്ധിശക്തി പൊതുവേ കുട്ടികളിൽ വളരെയധികം ഉണ്ട്, പക്ഷേ ശ്രദ്ധിക്കാനുള്ള കഴിവാണ് അവർക്കില്ലാത്തത്. ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി ചില എക്സ്പേർട്ടൊക്കെ പറയുന്നത് ടിക്ടോക്ക് ബ്രെയിൻ എന്നാണ്. ടിക്ടോക്ക് ബ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ റീലുകളൊക്കെ കണ്ട് ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് പിന്നെ സ്ക്രോൾ ചെയ്ത് ഒക്കെ പോകുന്ന ഒരു ബ്രെയിനാണ്. അവരിങ്ങനെ പെട്ടെന്ന് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. ഒന്നും നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കത്തില്ല, ഒന്നിൽ സമയം കാര്യമായിട്ട് സ്പെൻഡ് ചെയ്യത്തില്ല, ഒന്നിനു വേണ്ടി അമിതമായിട്ട് പ്രാക്ടീസ് ചെയ്യത്തില്ല. ഒരു ടഫായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അതിനെ പിന്നെ ഒരു സ്ട്രെയിൻ എടുത്ത് അതിനെതിരെ പോരാടത്തില്ല. എപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇരിക്കുന്നു. അപ്പോൾ പൊതുവേ അവർക്ക് സ്ക്രീൻ കൂടുതൽ കാണുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്. പക്ഷേ നമുക്ക് നല്ലൊരു ലേണർ ആവണമെങ്കിൽ, നല്ല രീതിയിൽ പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തണമെങ്കിൽ എന്ത് കാര്യം പഠിക്കാനും നമുക്ക് വേണ്ടതൊരു ഏണസ്റ്റ് എഫേർട്ടാണ്. വലിയ ക്ഷമ അതിനാവശ്യമുണ്ട്, നിരന്തരമായ പ്രാക്ടീസ് ആവശ്യമുണ്ട്. തെറ്റുകൾ വന്നാൽ ആ തെറ്റ് കണ്ടുപിടിച്ച് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്നൊക്കെ മനസ്സിലാക്കി അത് തിരുത്തി അതിനുവേണ്ടി നല്ല എഫേർട്ടുകൾ ഇടേണ്ടതായിട്ട് വരും, ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറയുന്ന കുട്ടികളിൽ അച്ചീവ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ ബുദ്ധി എത്ര ഉണ്ട് എന്നുള്ളതല്ല, ശ്രദ്ധയെന്ന് പറയുന്നത് വലിയൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഒരുപാട് കാര്യങ്ങളുടെ ഒരു ടോട്ടാലിറ്റിയാണ് ശ്രദ്ധയെന്ന് പറയുന്നത്. ഒരാളിൽ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ അയാളിൽ ഡിസിപ്ലിൻ ഉണ്ടാവണം, അയാൾക്ക് ക്ഷമയുണ്ടായിരിക്കണം, അവർക്ക് എഫേർട്ട് ഇടാനുള്ള മനസ്സുണ്ടായിരിക്കണം, തെറ്റ് വന്നാൽ അതിനെതിരെ പോരാടാനുള്ള കരുത്തുണ്ടായിരിക്കണം. ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരാൾ ആ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഉയർന്നു വരുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വളരെ ഫോക്കസ്ഡായിട്ട് വളരെ ശ്രദ്ധിച്ച് പോരാടുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ എല്ലായിടത്തും വിജയിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾ അതിന് തക്കവണ്ണമുള്ള ട്രെയിനിങ്ങിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. ഇപ്പം രണ്ട് കുട്ടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രോൾ ചെയ്തും മറ്റും ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധ വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് നമ്മൾ പുറത്തിറങ്ങി പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയും പല ആക്ടിവിറ്റീസ് ചെയ്യുകയും പല കളികളിൽ ഏർപ്പെടുകയും പല കലാപരമായ പല കാര്യങ്ങളിൽ ഏർപ്പെടുകയും സംഗീതം പഠിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പഠിത്തത്തിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുക, അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കുറേ കൂടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും.